ഒരിക്കൽ ഒരു മഹാനായ മനുഷ്യൻ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് ധാരാളം അനുയായികളും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുയായി ഓടി വന്ന് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ താങ്കളുടെ ഒരു സുഹൃത്തിനെക്കുറിച്ച് ഒരു കാര്യം കേട്ടു. അത് എന്താണെന്ന് ഇപ്പോൾ പറയാം. ഉടൻ തന്നെ അദ്ദേഹം അയാളോട് പറഞ്ഞു: ഒരു മിനിറ്റ്, എന്നോട് ആ കാര്യം പറയുന്നതിന് മുൻപ് നിങ്ങൾ 3 ചോദ്യങ്ങൾ അടങ്ങുന്ന പരീക്ഷ നേരിടണം. തുടർന്ന് അദ്ദേഹം പറഞ്ഞു: ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ സുഹൃത്തിനെക്കുറിച്ച് പറയാൻ പോകുന്ന കാര്യങ്ങൾ 100% സത്യമാണെന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു: അത് ഉറപ്പില്ല, ഞാൻ കേട്ടു എന്നേയുള്ളൂ. തുടർന്ന് അദ്ദേഹം പറഞ്ഞു: ശരി, ഒന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകി. ഇനി രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ എൻ്റെ ആ സുഹൃത്തിനെക്കുറിച്ച് പറയാൻ പോകുന്നത് എന്തെങ്കിലും നല്ല കാര്യമായിട്ട് ബന്ധമുള്ളതാണോ? അപ്പോൾ അയാൾ പറഞ്ഞു: അല്ല, നല്ല കാര്യമല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു: ശരി, അപ്പോൾ നിങ്ങൾ എൻ്റെ സുഹൃത്തിനെക്കുറിച്ച് പറയാൻ പോകുന്നത് നല്ല കാര്യമല്ല, അതുപോലെ അത് സത്യമാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുമില്ല. തുടർന്ന് അദ്ദേഹം പറഞ്ഞു: ഇനി ഒരു ചോദ്യം കൂടി നിങ്ങൾ നേരിടാൻ ബാക്കിയുണ്ട്. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം കൊണ്ട് എനിക്കെന്തെങ്കിലും ഗുണമുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു: ഇല്ല, പ്രത്യേകിച്ച് ഒരു ഗുണവും അങ്ങേക്ക് ലഭിക്കുന്ന കാര്യമല്ല. ശരി, അദ്ദേഹം തുടർന്ന്: നിങ്ങൾ 3 ചോദ്യങ്ങളും നേരിട്ടു. അതിൽ നിന്ന് കിട്ടിയ ഉത്തരം, നിങ്ങൾ എൻ്റെ സുഹൃത്തിനെക്കുറിച്ച് പറയാൻ പോകുന്ന കാര്യം സത്യമാണോ എന്ന് നിങ്ങൾക്കുറപ്പില്ല, അതൊരു നല്ല കാര്യവുമല്ല, അതുപോലെ എനിക്കൊരു ഗുണവുമില്ല. എങ്കിൽ പിന്നെ എന്നോട് അത് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അപ്പോൾ അയാൾക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. ഇതുപോലെ നമ്മളും ഒരാളെക്കുറിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ അത് സത്യമാണോ എന്ന് അന്വേഷിക്കുക. അത് ചിലപ്പോൾ കൂട്ടുകാരെക്കുറിച്ചാവാം, നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചാവാം. ഇതെല്ലാം വിശ്വാസത്തിൻ്റെ പുറത്ത് പണിയപ്പെട്ട ബന്ധങ്ങളാണ്. അതിനാൽ വിശ്വാസത്തെ തകർക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞെന്ന് വെച്ച് അത് വിശ്വസിക്കുന്നതിന് മുൻപ് സത്യമാണെന്ന് അന്വേഷിക്കുക. അല്ലെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയാണ്.